ബാലോട് തന്നെ ആദ്യം നോക്കിയ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിഷാൻ ഇമ്രാൻ വ്ളോഗ്. ഞാൻ ഇന്നുള്ളതെന്ന് വെച്ചാൽ പട്ടായ ടൈഗർ പാർക്കിലാണ്. ടൈഗർ പാർക്കിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റ് എടുത്തെന്ന് വെച്ചാൽ ഞാൻ ഓൺലൈനിൽ തന്നെ നാട്ടിൽ നിന്ന് എടുത്ത് വന്നതാണ്. അതുകൊണ്ട് അത്ര റഷൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എൻ്റെ കയ്യിൽ ടിക്കറ്റ് കിട്ടി. നിങ്ങൾ കരുതുന്നുണ്ടാവും ടൈഗർ പാർക്ക് എന്ന് പറയുന്നത് നാട്ടിലുള്ളത് പോലെ നമ്മൾക്ക് മൃഗശാലയിൽ കാണുന്നത് പോലെ നമുക്ക് ടൈഗറിനെ അങ്ങനെ കാണാൻ പറ്റുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ടൈഗറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം, അതേപോലെ തൊടാം അതിനെ. ഇതുകൊണ്ട് മനസ്സിലൊരു ഭയമുണ്ട്, അതേപോലെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് തൊടുക, അതേപോലെ ഫോട്ടോ എടുക്കുക. അപ്പോൾ ഏതായിട്ട് ഞാനൊന്ന് അകത്ത് നിങ്ങൾക്ക് കാണിച്ചിട്ട് അകത്ത് കയറി നോക്കട്ടെ. ഓക്കെ, അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. ഓക്കെ, ഞാൻ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തതുകൊണ്ട് ഈ വലത്ത് കാണുന്ന ഇവിടെ പോയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അവിടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം, സൈൻ ചെയ്യണം. കാരണം ടൈഗർ എന്തെങ്കിലും കാരണവശാൽ ആക്രമിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിയല്ല എന്നുള്ള രീതിയിൽ നമ്മളവിടെ സൈൻ ചെയ്തൊക്കെ കൊടുക്കണം. ഇതാണ് നോർമലി ഇവിടെ വന്നിട്ട് ആൾക്കാർ ടിക്കറ്റ് എടുക്കേണ്ട കൗണ്ടർ. ഇവിടെ നിങ്ങൾ തിരക്ക് കണ്ടില്ല, എത്രത്തോളം ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഇവിടെ കുറേ ദൂരത്തായിട്ട് ഇതാ ഒരു ടൈഗർ കിടന്നുറങ്ങാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഒരാൾ അകത്ത് കയറിയിട്ട് അവിടെ വാലൊക്കെ പിടിച്ച് കളിക്കുകയാണ്. ഇതേപോലെയാണ് ഞാനും ഇതിൻ്റെ അകത്തേക്ക് പോവേണ്ടത്. കാരണം എൻ്റെ ടൈം ആയിക്കൊണ്ടും വരികയാണ്. അങ്ങനെ എൻ്റെ ടൈം ആയിക്കൊണ്ട് വരികയാണ്. ഞാനിത് അകത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ കണ്ടു ചെറിയ കുട്ടി ടൈഗറിനെ ചെറിയ കുട്ടികൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ആ ലെഫ്റ്റ് സൈഡിലുള്ള കൂട്ടിലൊക്കെ. ആ കാഴ്ചയും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് തന്നെ ഞാൻ അകത്തേക്ക് ഞാൻ പോകുന്നതായിരിക്കും. ഇവിടുന്ന് ഈ കുട്ടികളൊക്കെ ചെറിയ പൂച്ച കുട്ടികൾ കളിക്കുന്ന പോലെയാണ് പുലിക്കുട്ടിയോട് കളിക്കുന്നത്. ഈ കുട്ടിക്ക് വീട്ടിൽ തലയാണയിൽ കടന്നിട്ട് മടുത്തിട്ടില്ല എന്നൊന്നും. അതേപോലെയാണ് പുലിക്കുട്ടിൻ്റെ മേലെ കിടന്നുറങ്ങുന്നുള്ളത്. ഞാൻ ഈ അകത്ത് കയറി നടക്കുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡിലും അതേപോലെ ലെഫ്റ്റ് സൈഡിലെല്ലാം ഒരുപാട് ടൈഗർ ഉണ്ട്. നിങ്ങൾക്കിത് കാണാതെ നോക്കിയാൽ തന്നെ കാണാം, എല്ലാം കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് എൻട്രൻസ് വരുന്നുള്ളത്, എൻ്റെ അകത്തേക്ക് പോകുന്നുള്ളത്.
ഇവിടെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം, ബിഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതിൻ്റെ അകത്തും കൂടി ഒരു ഡോറുണ്ട്. ആൾക്കാർ ഇപ്പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് 1 by 1 ആയിട്ടാണ് കേട്ടുന്നുള്ളത്. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് എൻട്രൻസ് വരുന്നുള്ളത് ഒറ്റയ്ക്കാണ്, കൂടെ ആരും ഇല്ലാത്തത് കാരണം. സോറി. You can touch tiger only back side. Don't touch the head, shadow front paw. Stand behind tiger, not stand at the front, okay? Follow stop or time. Sorry, only phone, selfie stick cannot. ഇവരിവിടുന്ന് അകത്ത് കയറുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ടൈഗറിൻ്റെ ഫ്രണ്ടിൽ തൊടാൻ പാടില്ല, ഫ്രണ്ടിൽ നിൽക്കാൻ പാടില്ല. അതേപോലെ എൻ്റെ കയ്യിൽ സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു, ആ സെൽഫി സ്റ്റിക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇതാ ആദ്യം തന്നെ ഇതാ ഈ വെള്ളത്തിൽ ഒരു ടൈഗർ ഇവിടെ കിടക്കുകയാണ്. അങ്ങനെ ഞാനിതാ ടൈഗറിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നോട് ആദ്യം തന്നെ പറഞ്ഞു അതിൻ്റെ വാല് പിടിക്കാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ വാല് പിടിച്ചു. അതേപോലെ ശരീരത്തിൽ തടവാൻ പറഞ്ഞു. ഇതാ തടവിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മനസ്സിലിതാ ടെക് ടെക് അടിക്കുകയാണ് എൻ്റെ മനസ്സിൽ. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും, എൻ്റെ മുഖം കാണുമ്പം ഭയമുണ്ട് എനിക്ക് മനസ്സിൽ. സത്യം പറഞ്ഞാൽ കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് തൊടണം എന്നുള്ള ഒരാഗ്രഹം നിങ്ങൾക്ക് തന്നെ മനസ്സിലുണ്ടാവുമല്ലോ. ഇങ്ങനെ തൊടാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ട് എന്നുള്ളത്. ഓക്കെ, കാരണം ഇതിനെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ചെറിയൊരു ഭയമുണ്ട്. കാരണം കണ്ടോ, ഇതിനെ ഞാനിങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. കാരണം ഒന്നാമത് എൻ്റെ കൂടെ ആളില്ലാത്തത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റാത്തത്. കൂടെ ആളുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുവാണ്. എൻ്റെ മുന്നിൽ അത് നേരെ പൂച്ചക്കുഞ്ഞിനെ കണക്ക് കടന്നു തരികയാണ്. നേരെ തടവാൻ വേണ്ടിയിട്ട് പറയുന്ന പോലെ തന്നെയാണ് കിടക്കുന്നുള്ളതും. ഞാനിതിനെ തടയുന്ന സമയത്ത് ഇത് എന്നെയും ഇങ്ങോട്ടേക്ക് തടയുകയാണ്, തിരിച്ച് തടയുകയാണ് കേട്ടോ. അത്രയും സൂചിച്ചിരിക്കുകയാണെന്നൊന്നും ആള്. ഇതിൻ്റെ വയസ്സ് എന്ന് പറയുന്നുള്ളത് 4 വയസ്സാണ് ഇതിന് ഇവർ പറഞ്ഞിട്ടുള്ളത്. 4 വയസ്സായി ഇതിന് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ വെച്ച് ഏറ്റവും വലിയ ടൈഗറാണ് ഇത്. അത് ഞാനും അതേപോലെ തന്നെ വലുതാണ് ഞാനും ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇത് ഡമ്മിയാണോ എന്ന് വരെ നിങ്ങൾക്ക് തോന്നിപ്പോയിട്ടുണ്ടാവും. അത് തോന്നണ്ടെന്ന് വെച്ചിട്ട് അത് കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വേറൊരു ടൈഗറാണ്. കാരണം ഈ കൂടിനകത്ത് 2 ടൈഗറാണുള്ളത്. ഇതിനിങ്ങനെ തടവുമ്പോൾ നല്ലൊരു പാട്ട് പാടാനാണ് തോന്നുന്നുള്ളത്. കാരണം ഓൾറെഡി മുമ്പേ ആൾക്കാർ പാട്ട് പാടി പോയതുകൊണ്ട് ഞാൻ ആ പാട്ട് പാടുന്നില്ല. ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ എന്നെ തമാശയാക്കാണ് കേട്ടോ. ടൈഗറോട് വെറുതെ പറയാണ് ഇന്ത്യൻ ഫുഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ തമാശയാക്കുകയാണ് അവർ. ഇതാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ തടവി കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ടൈഗറിനെ കണ്ടുട്ടോ. അങ്ങനെ ഒരുപാട് സന്തോഷമായിട്ടോ കണ്ടിട്ട്. കാരണം ഒരിക്കലും കാണാൻ പറ്റൂല എന്ന് വിചാരിച്ച സംഭവമാണ് ഇപ്പോൾ കണ്ടത്. കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരും തൊടാൻ ആഗ്രഹമുള്ള ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചാർജ് എത്രയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കണ്ട ടൈഗറിന് വെറും നാട്ടിൽ 1500 രൂപയാണ് കേട്ടോ.
നിങ്ങൾ കണ്ടോ, നമ്മുടെ നാട്ടിലാണെങ്കിലും മൃഗശാലയിലായാലും ഇത്ര അടുക്കെന്ന് നമ്മൾക്ക് കൂട്ടിലിട്ടിട്ട് പുലിനെ കാണാൻ വേണ്ടിയിട്ട്, ടൈഗറിനെ കാണാൻ വേണ്ടി പറ്റില്ല കണ്ടോ. കാരണം ഇത് നമുക്ക് കണ്ടോ, ഗ്രില്ലിങ്ങനെ തൊടാൻ തന്നെ പറ്റുന്നുണ്ട്. പക്ഷേ അതിന് അവർ ഇലക്ട്രിക് ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രിക് അതിന് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് ഉണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് വെച്ചാൽ ഇത് കണ്ടില്ലേ നിങ്ങൾ, ഫോട്ടോ ഫ്ലാഷ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ ബോർഡ് ഇവർ വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇനിയും വീണ്ടും ഞാൻ പട്ടായയിലെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എൻ്റെ ടാറ്റ, ബൈ.